ഹലോ കൂട്ടുകാരെ, കർക്കിടക മാസത്തിലെ ഏറ്റവും സ്പെഷ്യലായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് താള് കറി. അത് എത്രയൊക്കെ ആണെങ്കിലും ഞാനത് മസ്റ്റായിട്ടത് വെച്ചിരിക്കും. ഏറ്റവും ഗുണമുള്ള സാധനമാണ്. ഇത് കാട്ടു നിൽക്കുന്ന ചേമ്പാണ്. ഇതെടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ട്. നമുക്ക് കയ്യിലെ വെളിച്ചെണ്ണയൊക്കെ പുരട്ടിയിട്ട് വേണം എടുക്കാനായിട്ട്. അത് ശ്രദ്ധിക്കണേ. അത് ഞാൻ കറി വെക്കാൻ പോകണേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് എടുക്കുന്നത് തേങ്ങ, നല്ല വിളഞ്ഞ തേങ്ങ, ചെറിയ ഉള്ളി, ഇതെല്ലാം നമുക്ക് മുളകും മല്ലിയൊക്കെ ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ചെറിയ ഉള്ളി വേണം, വെളുത്തുള്ളി വേണം. അപ്പം തേങ്ങ വറക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു നമുക്ക് മുളക്, കറിവേപ്പില, വെളുത്തുള്ളി, മല്ലി ഇതെല്ലാം കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമുക്ക് തീയലിന് വെക്കുന്നതിൻ്റെ ഒരു മൂപ്പുണ്ടല്ലോ, അതുപോലെ നമുക്കതൊന്ന് എടുത്ത് മൂപ്പിച്ചെടുക്കണം. ഇപ്പം ഇതിൽ ഞാൻ വറ്റൽമുളകും മൊത്തമല്ലിയുമാണ് ചേർത്തിരിക്കുന്നത്. നമുക്ക് അവസാനം വേണം മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കുന്നെങ്കിൽ അവസാനം ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. അപ്പം എല്ലാം മൂത്ത് കഴിയുമ്പോൾ അവസാനമേ ചേർക്കാവുള്ളൂ. അപ്പോൾ അത് മൂപ്പിച്ചെടുത്തിട്ട് നമുക്കത് പിന്നെ അരച്ചിട്ടാണ്. അപ്പം നമ്മൾ ആദ്യമേ തന്നെ ഈ തേങ്ങ എല്ലാം വറുത്ത് വെച്ചിട്ട് വേണം കറി വെക്കാനായിട്ട്. അപ്പം ഞാനിത് മൂക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് എല്ലാം റെഡിയായിട്ട് ഇപ്പോൾ കണ്ട ഈ നല്ല രീതിയിലായപ്പോൾ ഇത് മിക്സിയുടെ ജാറിലോട്ട് ഞാനിട്ടു. അപ്പോൾ അത് ഞാൻ മൂപ്പിച്ച അതേ ചീനച്ചട്ടിയിലോട്ട് തന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ തേങ്ങ എത്ര അരച്ചല്ല താളല്ലേ കറി എന്നുള്ളത് നമുക്ക് പഴഞ്ചൊല്ലുണ്ടല്ലോ. ഞാൻ അപ്പോൾ അങ്ങനെ ആണെന്ന് പറഞ്ഞാലും നല്ല ടേസ്റ്റാണ് താള് കറിക്ക്. അപ്പം ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, അതിനകത്തോട്ട് നമ്മൾ കറിവേപ്പില എടുത്തു. അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ച കറിവേപ്പിലയാണ്. അത് ഫ്രഷ് കറിവേപ്പിലയാണ്. അത് പിന്നെ മുളക് ഒക്കെ ഇട്ട് നമുക്ക് കടുക് വറുത്തു. അതിനകത്തോട്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിന് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. അപ്പം ചെറിയ ഉള്ളി വഴറ്റി, അപ്പം ഞാനത് താള് അതിൻ്റെ തൊലിയെല്ലാം ചീന്തി കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് ഒന്ന് ഇളക്കും. അപ്പം ഇട്ടപ്പോഴത്തേക്ക് ചീനച്ചട്ടിക്കകത്ത് ഇങ്ങനെ ഇളക്കാൻ വയ്യാത്ത രീതിയിൽ അങ്ങ് നിറഞ്ഞു നിൽക്കുവാണേ. പക്ഷേ അത് പെട്ടെന്ന് നമ്മൾ വഴറ്റി കഴിയുമ്പോഴത്തേക്ക് താന്നു പോകും. അപ്പം വഴറ്റാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ടു. ഉപ്പ് യൂസ് ചെയ്യുന്നത് കല്ലുപ്പാണ്. എല്ലാവരും കല്ലുപ്പ് യൂസ് ചെയ്യാനായിട്ട് നോക്കണത്. ഇപ്പം ഏറ്റവും നല്ലത് കല്ലുപ്പാണ്. പൊടിയുപ്പിലൊക്കെ ഒത്തിരി കെമിക്കൽസൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇത് വഴന്ന് വന്നു നല്ലതായിട്ട്. അതിൻ്റെ ആ തണ്ടൊക്കെ അങ്ങ് നല്ല പിടിച്ചാൽ നയന്ന് പോകുന്ന പോലത്തെ രീതിയിൽ വഴന്ന് വന്നു. അപ്പോൾ വഴന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിനകത്തോട്ട് നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ, വലിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ, അല്ലെങ്കിൽ ആ പുളി ആവശ്യത്തിനുള്ള പുളി, അതായത് പിഴുപുളി എന്ന് പറയും, അത് വാളംപുളി എന്ന് പറയും. അപ്പോൾ വാളംപുളി എന്നാണ് ഞങ്ങളുടെ ഇവിടെ പറയുന്നത്. ആ വാളംപുളി വെള്ളത്തിലിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് ഇതിനായിട്ട് ആവശ്യത്തിനുള്ളത് ഞാൻ ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ഇതൊന്ന് അതിൽ പിടിക്കാൻ, ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കണം. പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യമേ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും മല്ലിയും മുളകും എല്ലാം കൂടെ വറുത്ത് വെച്ചിരിക്കുന്നത് ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലതായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. ആദ്യമേ ഞാൻ അരച്ചത് വെള്ളം ചേർക്കാതെയാണ് അരച്ചത്. അരച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തോട്ട് സ്വല്പം വെള്ളം കൂടി ചേർത്ത് അരച്ച്, അപ്പോൾ എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് കുറുകെ പറ്റിച്ച് എടുക്കണം. നമ്മൾ ഇതുപോലെ എന്നിട്ട് കറി റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് കളറൊക്കെ കണ്ടോ. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, നല്ലതാണ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ, അപ്പോൾ ഇതിനകത്ത് ഉണക്കമീൻ വറുത്തതും ഇതുമായിട്ടാണ് കഴിക്കുക. അതാണ് നല്ല ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.